afternoon, Lily. Good afternoon, ma'am. Good afternoon. കുറച്ച് പേര് വിളിക്ക് കേട്ടോ. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. PDF കാണാൻ പറ്റുന്നുണ്ടോ? മിസ് ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. ഇപ്പോ PDF കാണാമോ? കാണുന്നുണ്ട്. Okay. Yes, very good afternoon to all. ഫസ്റ്റ് ക്ലാസ് അല്ലേ? അതെ. ഓക്കെ. യെസ്, അപ്പോ എന്റെ പേര് ആതിര. നിങ്ങളുടെ ബാച്ചിലർ ടീച്ചർ ഉണ്ടായിരിക്കും നിങ്ങൾ കുറച്ച് പോർഷൻസ് എടുക്കാനായിട്ട്. മെയിനായിട്ട് ടീച്ചർ സൈക്കോളജിയാണ് എടുക്കാറ്. ദെൻ നമ്മുടെ ഫസ്റ്റ് സൈക്കോളജി ആയിരിക്കും തുടങ്ങുന്നത്. പാർട്ട് 2 സൈക്കോളജി ചാപ്റ്റേഴ്സ് ആണ് എല്ലാം വരുന്നത്. സിലബസ് ഒക്കെ കിട്ടിയിരുന്നോ? മിസ് സൗണ്ട് കുറച്ച് ക്ലിയർ കുറവുണ്ട് കേട്ടോ. നിങ്ങൾ റേറ്റ് ഓർത്തിരിക്കണം കേട്ടോ. കുറച്ച് കേൾക്കാമോ? എക്കോ വരുന്നുണ്ട്. എക്കോ വരുന്നുണ്ടോ? ഇപ്പോഴോ? ഇപ്പോ ഓക്കെ. ഇതില് നമ്മുടെ കൂടെ ഇപ്പോ ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രീ പ്രൈമറി വർക്ക് ചെയ്തിരുന്നു, ഇപ്പോഴില്ല. കഴിഞ്ഞ വർഷം. അപ്പൊ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലെ? എവിടെ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല? സ്കൂളിലൊന്നും ആരും വർക്ക് ചെയ്തിട്ടുണ്ട് മുന്നേ, ഒരു 3 വർഷം മുന്നേ. എവിടെയായിരുന്നു?
വീടിന്റെ അടുത്ത് തന്നെയല്ല പ്രീ പ്രൈമറി സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം. യെസ്, നമുക്കിന്ന് ഓരോരുത്തരായിട്ട് ഒന്ന് പരിചയപ്പെടാം. ദേവിക പറയൂ. ദേവിക കേൾക്കുന്നില്ലേ? ദേവിക മൈക്ക് ഓൺ ചെയ്യോ കേട്ടോ. ആ പറഞ്ഞോളൂ, എവിടെന്നാ വരുന്നത്? ഞാൻ പറവൂർ തന്നെയാണ്. പറവൂർ തന്നെയാണ്. പറവൂർ എവിടെയാ? മൂത്തകുന്നം. ഓക്കെ, നെക്സ്റ്റ് റസ്മിന. ഹായ്. ഹായ്, ഞാൻ കണ്ണൂര് കണ്ണവത്തുനിന്ന്. കണ്ണൂര് കണ്ണവം. കണ്ണൂര് കണ്ണവം. ഓക്കെ, ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ റസ്മിന? ഇല്ല, വർക്ക് ചെയ്ത ഒരു 5 വർഷം മുന്നേ വർക്ക് ചെയ്ത്, അതിനുശേഷം വർക്ക് ചെയ്ത്. അത് ഞാൻ ട്യൂഷൻ എടുക്കാറുണ്ടായിരുന്നു. അപ്പൊ അതില് ഇതായിട്ട് ഇവിടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. മോണ്ടിസോറി ആദ്യമായിട്ടല്ലേ? അതെ, മോണ്ടിസോറി ആദ്യമായിട്ടാണ്. നെക്സ്റ്റ് ബിൻസി. ഹായ് മാം. ഹായ്, എവിടെയാണ് സ്ഥലം? മലപ്പുറം പൊന്നാനി. മലപ്പുറം പൊന്നാനി. ഓക്കെ, യെസ്. നെക്സ്റ്റ് നിവ്യ. ദിവ്യ മാധവൻ. ഹലോ മാം. ഹായ്. എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് ഇരിക്കുന്നത് ക്ലാസ്സില്. ദേവികയുടെ റസ്മിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. ഒരു ടെൻഷനും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് മനസ്സിലാവും കേട്ടാ. ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ മനസ്സിലാവും. ഇതിൽ ടെൻഷൻ ഫ്രീ ആയ ക്ലാസ്സുകൾ വേറെ ഇല്ല. ഓക്കെ, ദിവ്യ എവിടെ നിന്നാ വരുന്നത്? ഞാൻ പാലക്കാട്. പാലക്കാട്. ഓക്കെ, യെസ്. സിജി. ഹായ്, മൈക്ക് ഓഫ് ആണ്. ഹായ്. ഞാൻ തൃശ്ശൂര് ജില്ലയിന്നാ വരുന്നത്. അങ്ങനെ സംസാരം കേട്ട് മനസ്സിലായി. തൃശ്ശൂരാണ്. ഓക്കെ. ഞാൻ വർക്ക് ചെയ്തിരുന്നു. ഹോസ്പിറ്റൽ ഫീൽഡ് ആയിരുന്നു. കഴിഞ്ഞ വർഷം വരെ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് ടീച്ചിങ് ആണ് ഭയങ്കര ഇഷ്ടമാണത്. അപ്പൊ അതുകൊണ്ട് മോണ്ടിസോറി തിരഞ്ഞെടുത്തു. ഹോസ്പിറ്റൽ എവിടെയായിരുന്നു? എന്തായിരുന്നു? തൃശ്ശൂര് ഹാർട്ട് ഹോസ്പിറ്റല്, സൺ മെഡിക്കൽ ഹോസ്പിറ്റലില് ഫാർമസി ആയിരുന്നു. ഫാർമസി അസിസ്റ്റന്റ് കോഴ്സ് ആണ് പഠിച്ചിരുന്നത്. അപ്പൊ മോളുണ്ട്, 3ാം ക്ലാസ്സിൽ പഠിക്കണം. ഹസ്ബൻഡ് മാതൃഭൂമിയില് വർക്ക് ചെയ്യണം. ശരി, കുറച്ച് പേരെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ. എല്ലാവരും ഇങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല. 40 സ്റ്റുഡൻസ് അല്ലേ? ഓക്കെ, വിജി. ഹലോ മാം. ഹായ്, എവിടെ നിന്നാണ്? തൃശ്ശൂരും. വർക്ക് ചെയ്യുന്നുണ്ട്, കോളേജില് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായിട്ടാണ്? അവിടെ ടീച്ചിങ് അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്താ മാം? ബാക്കിയുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യണേ. ബാക്കിയുള്ളവർ മ്യൂട്ട് ചെയ്യാട്ടോ. ഞാൻ ഡയറി സയൻസിൽ ഡിപ്ലോമക്കാരെ ഡയറി സയൻസിലാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, യെസ്, വെരി ഗുഡ്. നമ്മുടെ കൂട്ടത്തിലൊരു ടീച്ചർ ഉണ്ട്, കോളേജ് ടീച്ചർ. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാരാണ്? ഷംന ഷാഫി. ക്യാമറ ഓൺ ചെയ്യണത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. മജോർത്തി തൃശ്ശൂരാണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ വർക്ക് ചെയ്യണമെന്നില്ല, ഇപ്പൊ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. ഓക്കെ, ഇനിയിപ്പോ ടീച്ചർ ആവാലോ അല്ലേ? ആഗ്രഹമുണ്ട്. അടുത്തത് ഷാഹിദ സായി. ഹലോ, ഷാഹിദ, പറഞ്ഞോളൂ. മലപ്പുറം ജില്ലയിലാണ് വീട്. മലപ്പുറം ജില്ലയിലാണ്. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ല, വർക്ക് ചെയ്യുന്നില്ല. ശരി. നിഷാമിയ. കേൾക്കുന്നുണ്ടോ? ഹലോ മാം. നിഷ എവിടെ നിന്നാണ്? ഞാൻ കോഴിക്കോട് തിരുവമ്പാടി. തിരുവമ്പാടിയിൽ ആനയില്ലല്ലോ?
തിരുവമ്പാടി ഇവിടെ മലയോര പ്രദേശമാണ്. ആനയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പ്രീ പ്രൈമറി വർക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു കഴിഞ്ഞ വർഷം വരെ. ഈ വർഷം മോണ്ടിസോറിയും കൂടെ നോക്കാന്നോർത്ത് ഇങ്ങനെ ഇറങ്ങിയതാ. എന്തോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഹലോ, എന്റെ സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പത്തനംതിട്ട ജില്ല. ഞാൻ ഹൗസ് വൈഫ് ആണ്. ഹൗസ് വൈഫ് ആണ്. ഇതിനു മുമ്പ് ഒരു കൊറിയർ സെന്ററിൽ ജോലി ചെയ്തിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കുഞ്ഞുണ്ട്, മോനുണ്ട്. ഇപ്പൊ കുഞ്ഞിന്റെ പ്രവേശനോത്സവത്തിന് പോയിട്ട് വന്നതേ ഉള്ളൂ. ശരി മാഡം. ഹസ്ബൻഡ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. അനുപമ. ഹലോ മാം. ഹായ്, എവിടെയാ സ്ഥലം? ഞാൻ ട്രിവാൻഡ്രം. ഓക്കെ. തലസ്ഥാന നഗരി അല്ലേ? എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി സ്റ്റുഡന്റ് ആണ്. കഴിഞ്ഞോടാ? കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടോ? ഡിഗ്രി കഴിഞ്ഞു. എക്സാം കഴിഞ്ഞു. ഓക്കെ, നൈസ്. ഓക്കെ, വെരി ഗുഡ്. അനുവിന്ദ അങ്ങനെയാണോ പേര്? അതെ അതെ. ഹലോ മാം. ഹായ്, എവിടെയാണ് സ്ഥലം? എന്റെ വീട് ചെറായില. ചെറായിലാണോ? അതെ അതെ. ചെറായിൽ എവിടെയാണോ? ചെറായില ഇവിടെ ദേവസ്വം നട ജംഗ്ഷന്റെ അടുത്തൊക്കെ ആയിട്ട്. ദേവസ്ഥാന ജംഗ്ഷന്റെ അടുത്ത് എവിടെയാണ്? ഈ ചെറായി പാലില്ലേ, അതിന്റെ അടുത്ത്, അതിന്റെ ഇറക്കില് ആയിട്ടാ. പാലമാണോ? പാലം. അതന്നെ. അതിന്റെ ഇറക്കില്. അതിന്റെ അവിടെ. ഞാൻ അവിടെ SMGSലാണ് പഠിച്ചത് ഫസ്റ്റ്. ഓക്കെ ഓക്കെ. എന്റെ അമ്മയുടെ വീട് അവിടെയാണ്. കസിൻസ് ഒക്കെ അവിടെയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അശ്വതി ശരത്. അശ്വതി. ഹായ് മാം. ഹായ്. ചിരിക്കാണോ? അശ്വതി എവിടെയാണ്? ഞാൻ മലപ്പുറത്താ. മലപ്പുറം. ഓക്കെ. ചൈത്ര പി വസു. ഹലോ മാം. ഹായ്. ഹലോ. നല്ല ചിരി. ഹലോ. ഹായ്. എവിടെയാണ്? കോട്ടയം. ഓക്കെ. ചൈത്ര. എനിക്കൊരു കുഞ്ഞുണ്ട്. അപ്പൊ അവനെ നോക്കിയിരിക്കുന്നു. 1.5 വയസ്സായേ ഉള്ളൂ. ഞാൻ മുമ്പ് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ ടീച്ചറാവുന്നത് ആഗ്രഹം. അപ്പൊ അങ്ങനെ ഇത് കണ്ട് ടീച്ചറാവാലോ അല്ലെ? അതിനെല്ലാം നമ്മൾ ജോയിൻ ചെയ്തത്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഫാത്തിമ. EA. ഹലോ മാം. ഹായ്. ഹലോ, ആരാണിത്? ഫാത്തിമ. എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് അങ്ങനെ കോഴ്സിന് ജോയിൻ ചെയ്തതാ. ഓക്കെ, അപ്പൊ 2 ഡിഗ്രിക്കാരായി അല്ലേ? നിങ്ങൾ മാത്രമുണ്ടോ? എന്താ? വേറെ ആരെങ്കിലും ഉണ്ടോ ഡിഗ്രി കഴിഞ്ഞവരുണ്ടോ? ഉണ്ടാവും. ഞാൻ ഡിഗ്രിയാണ്. ഓക്കെ. ഇനി ആരാണ്? ജിനു ജോസ്. ജിനു. ഹലോ മിസ്സേ. ഹലോ. എന്റെ പേര് തൃശ്ശൂരാണ്. പുത്തൻപീടിയ പറയും. ഓക്കെ, യെസ്. മിന്നു നാരായണൻ. മിന്നു. ഹലോ. വിളിക്കാൻ നല്ല സുഖമുള്ള പേരാ. കുഴപ്പമില്ല. തന്നെ എപ്പോഴും വിളിക്കും. മിന്നു. എന്റെ പേര് മിന്നു ആണ്. മേലാറ്റൂരാണ് വീട്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പൊ വെറുതെ ഇരിക്കുക. ഒന്നിനും പോയില്ല. ജോലിക്ക് പോയി. ഇപ്പൊ പിന്നെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ജോയിൻ ചെയ്തില്ലേ? ജോയിൻ ചെയ്തു. ഓക്കെ. മോൾ. ഹലോ. 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 ഹായ്. പറഞ്ഞു കേൾക്കുന്നുണ്ട്. പറഞ്ഞു. അതെ, നെറ്റ്വർക്കിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ശരി. എവിടെ സ്ഥലം? നിക്കിത. നെട്ടൂര്. എറണാകുളം അല്ലേ? ഓക്കെ.
പിന്നെ ഞാൻ സെലക്റ്റീവ് ആയിട്ട് പേരുകൾ നോക്കി വിളിക്കുന്നതാണ് കേട്ടോ. ബാക്കി നമുക്ക് വരും ദിവസങ്ങളിൽ എല്ലാവരും പരിചയപ്പെടാം. രണ്ടുപേരെയും കൂടി പരിചയപ്പെട്ടിട്ട് തുടങ്ങാം ക്ലാസ്. സൂര്യ രാജു. സൂര്യ. ഹായ് മാം. ഹായ്. ഞാൻ ഇപ്പോ ഉള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരാ? ബാംഗ്ലൂർ എവിടെയാണ്? ബാംഗ്ലൂർ ജാലഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത്. സാലഹരി. ഓക്കെ. ഞാൻ മജസ്റ്റിക് സിറ്റിയിൽ ഉണ്ടായിരുന്നത് കുറെ നാള്. കൂപ്പിയിൽ. ഓക്കെ മാം. നാട്ടിൽ എന്റെ വീട് കൊല്ലത്ത് പത്തനാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പത്തനാപുരം. ഓക്കെ. ഓക്കെ. ഞാൻ BA കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ 2 കുട്ടികളുണ്ട്. ആദ്യത്തെ മോള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മോൾക്ക് 1.5 വയസ്സ്. അവളൊന്ന് വളർന്നപ്പം പഠിക്കാനൊന്ന് ആഗ്രഹം തോന്നി അങ്ങനെ ജോയിൻ ചെയ്തത് ക്ലാസ്. സുറുമി. സുറുമി. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ. ഹായ്. എന്റെ വീട് എല്ലാവരും സംസാരിക്കുന്നത് ആദ്യമായിട്ട് കാണുന്ന തോന്നുന്നില്ല. എന്റെ വീട് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ. അറിയാണോ? നമ്മൾ അടുത്താണല്ലേ? കാവൊക്കെ അടുത്തല്ലേ? അടുത്തടുത്താ. ഗേൾസ് സ്കൂളിന്റെ ഒക്കെ അടുത്താണ്. എക്സാം എഴുതാൻ വരാറുണ്ട്. അതെല്ലേ? ഞാൻ 1.5 വർഷം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ജോലി ചെയ്തിട്ടുണ്ട് ടീച്ചറായിട്ട്, നഴ്സറി ടീച്ചറായിട്ട്. വീടിന്റെ അടുത്ത് തന്നെയുള്ള. ശരി ശരി. സോന. സോന ഷാജഹാൻ. ഹലോ മാം. ഹായ്. എവിടെയാണ് സോന വീട്? എന്റെ വീട് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ്. സ്റ്റാർ എന്ന് പറയും സ്ഥലം. ഞാൻ നേരത്തെ വർക്ക് ചെയ്യുമായിരുന്നു കരിയർ കൺസൾട്ടന്റ് ആയിട്ട്. ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് വീട്ടിൽ ഇരിക്കുക. കുഞ്ഞിനിപ്പോ 7 മാസമായി. ഓക്കെ ശരി. ഞാൻ വിളിക്കാം. നിഷ്മ. നിഷ്മ ഉണ്ടോ? ഹലോ, ഗുഡ് മോർണിംഗ്. അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് നിഷ്മ. മലപ്പുറം നിലമ്പൂരിലാണ് വീട്. നിലമ്പൂർ. നിലമ്പൂരാണോ മ്യൂസിയം ഉള്ളത്? അതെ അതെ. വർക്ക് ചെയ്തിരുന്നു, പക്ഷെ ഹോസ്പിറ്റൽ ഫീൽഡിലായിരുന്നു. ഇപ്പൊ നിർത്തി. ഇപ്പൊ കറന്റ് ഹൗസ് വൈഫാണ്. ലിനി തോമസ്. ലിനി. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഹലോ. കുറച്ചൊക്കെ സംസാരിച്ചോളൂ. എന്റെ പേര് ലിനി. ഞാന് മുന്നേ വർക്ക് ചെയ്തിരുന്നു. 2 ഇയേഴ്സ് വർക്ക് ചെയ്തിരുന്നു ബാംഗ്ലൂര്. ഇപ്പോ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നു. അപ്പൊ ഇപ്പൊ ഒരു 14 ഇയേഴ്സ് ആയിട്ട് വീട്ടിൽ തന്നെയാണ്. അപ്പൊ 2 കുട്ടികള്, അവരൊക്കെ ഇതായി. അപ്പൊ ഇപ്പൊ ഒരു ആഗ്രഹം, പഠിച്ച് ഒരു ജോലി ആവണമെന്ന്. അങ്ങനെ ഇപ്പൊ ഞാനിതില് ജോയിൻ ചെയ്തു. ജോൺ ടി വിൽസൺ ആരാ? ആൺകുട്ടിയാണോ? ഹലോ. ജോൺ ടി വിൽസൺ പേരുള്ളത് ആരാ? ജോഫി. 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 ഓക്കെ. ഹായ് ജോഫി. എവിടെയാ സ്ഥലം? ഇവിടെ കൊല്ലം. കൊല്ലം. ഓക്കെ. ചോദിച്ചതാണ് കേട്ടോ. എന്തോ കേട്ടില്ല. പേരങ്ങനെ കണ്ടപ്പോ ആൺകുട്ടിയാണെന്ന് കൊണ്ട് ചോദിച്ചതാണ്. ഇല്ല, ഹസ്ബൻഡിന്റെ ഇമെയിൽ ID ആണ്. ഓക്കെ. സ്ഥലം എവിടെയാണ്? കൊല്ലം. കൊല്ലം. ഓക്കെ. ഡിഗ്രി കഴിഞ്ഞായിരുന്നു. വർക്ക് ചെയ്തോണ്ടിരുന്നായിരുന്നു. ഇപ്പൊ പോകുന്നില്ല. ബാങ്കില് എന്താ ICIC ബാങ്കില് ഫൈനാൻസ് സെക്ഷനിലായിരുന്നു. മോണ്ടിസോറി ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണോ? ടീച്ചർ ആവണമെന്നൊരാഗ്രഹം. ഓക്കെ. യെസ്. താങ്ക് യു. യെസ്. ഹരീഷ്മ. ഹരീഷ്മ. ഹരീഷ്മ കേൾക്കുന്നില്ല. ഹലോ മാം. ഹലോ. ഹർഷിമ എന്ന പേര്. ഹർഷിമ. ഹർഷിമ. ഓക്കെ. ശരിയാണ്. ഞാൻ ഇവിടെ ആലപ്പുഴ അരൂര് പറയും. അരൂരാണ് താമസിക്കുന്നത്. പിന്നെ +2 മാരീഡ് ആണ്. 2 കുട്ടികളുണ്ട്.
ഇപ്പൊ അവരിപ്പോ സ്കൂളിലൊക്കെ പോവാൻ തുടങ്ങിയ ടൈമില് പഠിക്കണം, എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ഒന്ന് സെറ്റ് ആക്കണം എന്നുള്ള ഒരു ആഗ്രഹം. ശരി ശരി. ആ ഓക്കെ. ദേവികേനെ വിളിച്ചതാണോ ടീച്ചർ? ദേവിക CV. ഹലോ, ദേവിക CV. ആ പറഞ്ഞോ പറഞ്ഞോ. പറഞ്ഞോ ദേവിക, എവിടെയാ സ്ഥലം? ഞാൻ ആദ്യം എന്നാ ഞാൻ ചോദിച്ചത് ദേവികനെ വിളിച്ചതാണോ? ഓക്കെ ഓക്കെ, ശരി ശരി. യെസ്, അപ്പൊ ബാക്കി നമുക്ക് ബാക്കിയുള്ളവരായിട്ട് പതിയെ പരിചയപ്പെടാം. ടെക്സ്റ്റ് ബുക്ക് കഴിപ്പിക്കായിരുന്നോ? എന്തെങ്കിലും പറയാനുള്ളപ്പോ മാത്രം മൈക്ക് ഓൺ ചെയ്താൽ മതി. ഐശ്വര്യ ശ്രീനാഥ്. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാമോ? ഞാൻ പറയുന്ന കാര്യങ്ങളെ വ്യക്തമായിട്ട് കേൾക്കുക. പറയുന്ന കാര്യങ്ങളെ വ്യക്തമായിട്ട് കേൾക്കുക. ആദ്യം നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യാതെ അങ്ങോട്ടൊന്നും പറയുന്നത് കേൾക്കാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കണം കേട്ടോ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യാം. എനിക്ക് ഓൾ മ്യൂട്ട് ചെയ്തിട്ട് ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ആരുടെ മൈക്ക് ഇപ്പോഴും ഓൺ ആണ്? ആരാ അത്? യെസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതാണ് ചെയ്യേണ്ടത് അല്ലെ? മൈക്ക് കംപ്ലീറ്റ് ഓഫ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ളപ്പോൾ മാത്രം ഓൺ ചെയ്തതിന് ശേഷം പറയാ, അതിനുശേഷം അത് ഓഫ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് അത് എപ്പോഴും പ്രാക്ടീസ് ആയിക്കോളും, കുഴപ്പമില്ല. നമ്മൾ ആ ട്രാക്കിൽ വന്നു കഴിയുമ്പോൾ ക്ലാസ് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പൊ എല്ലാവരും പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം. അപ്പൊ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ജോയിൻ ചെയ്തായിരിക്കല്ലേ ക്ലാസ്സിലാണ്? എല്ലാവരും വളരെ പ്രതീക്ഷയോടെ നല്ലൊരു ടീച്ചർ ആവാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പല ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ കൂട്ടത്തില് കുട്ടികളുണ്ട്, വീട്ടുജോലിയുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. ഓക്കെ, അതൊക്കെ അതിന്റെ ഭാഗത്ത് കൂടി പോയിക്കോളും. യെസ്, അതോടൊത്തൊന്നും ആരും അറിയാവുന്ന കാര്യമില്ല. അതൊക്കെ അതിന്റെ സൈഡില് ഇതാണ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ കരിയറാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ബാക്കിയുള്ളത് അത് അതിന്റെ കൂടെ പോയിക്കോളും. ആരും അതിനെ ഓർത്ത് ആരും ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. യെസ്, പിന്നെ ചാപ്റ്റേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്? ചാപ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നോ ആരെങ്കിലും ടീച്ചേഴ്സ്? ഇല്ലല്ലോ, ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾക്ക് പാർട്ട് വൈസ് ആണ് ചാപ്റ്റേഴ്സ് വരുന്നത് അല്ലെ? നിങ്ങളുടെ സിലബസ് ഉണ്ടോ കയ്യിൽ? ഇപ്പോ സിലബസ് ഓക്കെ, അതില് പാർട്ട് 1 എന്ന് പറഞ്ഞ് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഹെൽത്ത് കെയറുമായി ന്യൂട്രീഷൻസുമായി ബന്ധപ്പെട്ട, കുട്ടികളുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് അതിൽ വരുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ചൈൽഡ് സൈക്കോളജി ആൻഡ് ഡെവലപ്മെന്റ്സ് ആണ്. കുട്ടികളുടെ വളർച്ച വികാസവുമായി ബന്ധപ്പെട്ട സൈക്കോളജിക്കൽ ആയിട്ടുള്ള അസെപ്റ്റ്സ് ഉള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും അതിൽ വരുന്നത്. ഓക്കെ, യെസ്. ചില ചാപ്റ്റേഴ്സ് അതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ചിലവർക്ക് കുറച്ച് എനിക്ക് തോന്നുന്നു കുറെ ലേറ്റ് ആയിട്ട് കയറിയവരുണ്ടായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ അല്ലെ? അതായത് ഒരുപാട് വർഷം എങ്ങും പോവാതെ ഇരുന്നിട്ട് ഇപ്പൊ ജോയിൻ ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ നമ്മൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ മാത്രമായിരിക്കും ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു പേടിയുള്ള ആർക്കും വേണ്ട. എത്ര പ്രാവശ്യം ചോദിച്ചാലും അത് പറഞ്ഞു തരും നമ്മൾ. ഓക്കെ, യെസ്. മനസ്സിലായില്ലെങ്കിൽ വ്യക്തമായിട്ട് പറയാവുന്ന അത്ര നിങ്ങൾ പറഞ്ഞു തരും. ഓക്കെ, പിന്നെ പാർട്ട് 3 എന്ന് പറയുന്നത് മോണ്ടിസോറി ഭാഗങ്ങളാണ്. മോണ്ടിസോറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകള് എല്ലാം പാർട്ട് 3 വരും. പാർട്ട് 4 എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ റിലേറ്റഡ് ആണ്. അതായത് സ്കൂൾ മാനേജ്മെന്റ്, ഓഫീസ് മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം. സ്റ്റക്ക് ആവുന്നുണ്ടോ? സ്റ്റക്ക് ആവുന്നുണ്ട്, എക്കോ അടിക്കുന്നുണ്ട്, വെളിച്ചോ. വേറൊരു കാര്യം ടീച്ചർ പറയട്ടെ, നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം റേഞ്ച് ഉള്ളവർക്ക് പോയിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം കേട്ടോ. മാക്സിമം റേഞ്ച് ഉള്ളവർക്ക് ഇരിക്കുക. അതിപ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു നെറ്റ് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഓക്കെ, ഇത്രയും പറഞ്ഞത് ഓക്കെ ആണെങ്കിൽ ഒന്ന് തമ്മിട്ടേ. ഓക്കെ, യെസ്. ഇനി ടീച്ചർ പറഞ്ഞിട്ട് ഒന്നും കേട്ടില്ല എങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയക്കാം. അവിടെ നിന്ന് മെസ്സേജ് അയച്ച് എനിക്ക് ഇന്ന് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നിത്യ മാധവൻ മെസ്സേജ് ചെയ്തുണ്ടോ? അതേപോലെ മെസ്സേജ് അയക്കാം. ടൈപ്പ് ചെയ്ത് അയക്കണം കഴിക്കാം. എന്താണ് നിങ്ങളുടെ ഇംപ്രഷൻ അത് അതേപോലെ ഇവിടെ കൺവേ ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. പിന്നെ ഓക്കെ, നമ്മൾ പാർട്ട് 4 വരെ മതി. പാർട്ട് 4 എന്ന് പറയുന്നത് സ്കൂൾ മാനേജ്മെന്റ്, സ്കൂൾ ഓഫീസ് മാനേജ്മെന്റ്, സ്കൂൾ ബഡ്ജറ്റിംഗ്, സ്ട്രക്ചർ, ക്ലാസിന്റെ സ്ട്രക്ചർ, പിന്നെ സ്കൂളിൽ നടത്തുന്ന പ്രോഗ്രാംസുകള്, പിന്നെ എന്താണ് എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ചാപ്റ്റേഴ്സ്, അതൊക്കെയാണ് പാർട്ട് 4 വരുന്നത്. ആ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇത് കൂടാതെ എന്താണ് തിയറി ബേസ് കൂടാതെ നമുക്ക് ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ട്. പ്രാക്ടിക്കൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അത് കണ്ടിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? പ്രാക്ടിക്കൽ സെക്ഷന്റെ ബുക്ക് കിട്ടി? യെസ്. ആ ഒരു ടെക്സ്റ്റ് കൂടി നമുക്ക് ഉണ്ട്. നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാവുന്ന കുറെ കാര്യങ്ങളാണ്. അതിന്റെ തിയറി ഉണ്ടാവും, പ്രാക്ടിക്കലി നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ ഓൺലൈനിൽ അത് കാണിച്ചു തരും. ക്ലാസ് റൂമിൽ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളത് പഠിപ്പിച്ചു തരും. അത് അറ്റ് ലാസ്റ്റ്, ഇപ്പോഴൊന്നല്ല, തിയറി പാർട്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രാക്ടിക്കൽ സെഷനിലേക്ക് കിടക്കുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം പറയാം. എല്ലാ ടീച്ചേഴ്സും കണ്ടിന്യൂസ് ആയിട്ടായിരിക്കില്ല എടുക്കുന്നത്. അതായത് ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ സെക്കൻഡ് ചാപ്റ്റർ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും എടുക്കുന്നത്. നമ്മൾ ഓർഡർ ഒരു പാർട്ടിയിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഓർഡർ വെച്ചിട്ടായിരിക്കും എടുക്കുന്നത്. അങ്ങനെ നിങ്ങൾ നോക്കണ്ട, അതൊരു വിഷയമേ അല്ല. ചാപ്റ്റേഴ്സ് തീരുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഏത് പാർട്ടിൽ നിന്ന് എടുക്കുന്നോ അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. അത് തീർന്നിട്ടില്ല എന്ന് വിചാരിക്കേണ്ട. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കില്ല, ഓരോ സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും ഓരോ ടീച്ചേഴ്സ് എടുക്കുന്നത്. ഓക്കെ, യെസ്. പിന്നെ വേറെ എന്താണ്, ക്ലാസ് എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു നോട്ട് കയ്യിലുണ്ടെങ്കിൽ അതിലെ കറക്റ്റ് കാര്യങ്ങൾ ഒന്ന് രേഖപ്പെടുത്താം. ഇത് നമ്മൾ ലെക്ചർ നോട്ടൊക്കെ എഴുതാറില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോയിന്റ്സ് നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് കുറിക്കാവുന്നതാണ്. ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യും? ഓരോ ചാപ്റ്റേഴ്സ് കഴിയുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് തരും നിങ്ങൾക്ക്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ചൈൽഡ് ആൻഡ് ഡെവലപ്മെന്റ്, ഇത് പാർട്ട് 2-ലുള്ളതാണ്. ചൈൽഡ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന ഭാഗത്തുള്ളത്. ആ ചാപ്റ്റർ കഴിയുമ്പോൾ എന്താണ്, അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ 5 or 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ തരുന്നത്. അത് നിങ്ങൾ പഠിക്കുക. ഒപ്പം ആ PDF, ആ ടെക്സ്റ്റ് ബുക്കും പഠിക്കേണ്ടതാണ്. ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ അതും പഠിക്കുക. അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതനുസരിച്ച് പഠിച്ച് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഡിസ്ക്രിപ്റ്റീവ് അല്ല. അല്ലെ, നമ്മൾക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല വരുന്നത്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ടീച്ചർ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, യെസ്, യെസ്. ഓക്കെ, വെരി ഗുഡ്. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് ഒരു ചാപ്റ്റർ കഴിയുമ്പം എക്സാം ഉണ്ടോ? ഇല്ല. നമുക്കൊരു മോഡൽ എക്സാമും മെയിൻ എക്സാമും മാത്രമായിരിക്കും ഉണ്ടാവും കേട്ടോ, എല്ലാം കഴിയുമ്പോൾ. ഓക്കെ, യെസ്. അപ്പൊ മൊഡ്യൂള് 1-ല്ലേ യൂണിറ്റ്? മൊഡ്യൂള് 1-ലല്ലേ യൂണിറ്റ് വരുന്നത്? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് മൊഡ്യൂള് 1-ലാണ് കേട്ടോ. മൊഡ്യൂള് 1-ല് പാർട്ട് 2-ലാണ് സൈക്കോളജി പാർട്സ് വരുന്നത്. സൈക്കോളജിക്കൽ കുറച്ച് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, യെസ്. കണ്ടു. ഓക്കെ, അപ്പൊ ഇതിനു മുമ്പ് ആരെങ്കിലും സൈക്കോളജി പഠിച്ചവരുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? നിങ്ങള് സെപ്പറേറ്റഡ് ആയിട്ട് സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല എന്ന് പറയണേ പറഞ്ഞോട്ടോ, അങ്ങനെ എല്ലാരും മെസ്സേജ് അയക്കണമെന്നില്ല. ഓക്കെ, യെസ്, വെരി ഗുഡ്. സൈക്കോളജി പോർഷൻസ് പഠിക്കാവുന്നതാണ്. കുറെ തിയറീസ് വരുന്നുണ്ട്. കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, അല്ലെ? അറ്റ്ലീസ്റ്റ് നമ്മൾ നല്ലൊരു ടീച്ചർ ആകാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് മോണ്ടിസോറി ടീച്ചർ എന്ന് പറയുന്നത് മറ്റു ടീച്ചേഴ്സിൽ നിന്ന് മെന്റർ ആയിട്ട് ഡിഫറെന്റ് ഉള്ളൊരു ടീച്ചറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൈക്കോളജി ചാപ്റ്റേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ചൈൽഡ് സൈക്കോളജി, കുട്ടികൾ എന്താണെന്ന് നമ്മൾ ആദ്യം പഠിക്കണം, അല്ലെ? എങ്കിൽ മാത്രമേ നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കുട്ടികളുടെ മനഃശാസ്ത്രം നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ നമ്മുടെ ലേണർ എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ സ്റ്റുഡൻസ്.
കുട്ടിയെ അറിഞ്ഞിട്ട് വേണം ഒരു അധ്യാപിക ക്ലാസ് എടുക്കാനായിട്ട്. അല്ലാത്ത പക്ഷം നമ്മൾ കയറി ചെന്ന് ഒരു ആക്ടിവിറ്റി കൊടുത്ത് പഠിപ്പിക്കുക, ഈ കണ്ടന്റ് പഠിപ്പിക്കലല്ല ഒരു അധ്യാപകന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് ഡ്യൂട്ടിയാണ്, പക്ഷെ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ അറിയണം, അല്ലെ? ഇപ്പൊ 20 സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ടെങ്കിൽ 20 സ്റ്റുഡൻസ് എങ്ങനെയായിരിക്കും? വ്യത്യസ്തമായിട്ടുള്ള കുട്ടികളായിരിക്കും, വ്യത്യസ്ത നേച്ചറുള്ള ഇൻഡിവിജ്വൽ ഡിഫറെന്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും ഉണ്ടായിരിക്കും. അപ്പൊ 20 കുട്ടികളുണ്ടെങ്കിൽ 20 കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒബ്സർവ് ചെയ്യണം, അവരായിട്ട് ഇന്ററാക്ട് ചെയ്യണം. കുട്ടിയെ അറിഞ്ഞിട്ട് അവരോട് ഇന്ററാക്ഷൻ വേണം, ടീച്ചർ പ്യൂപ്പിൾ ഇന്ററാക്ഷൻ വേണം, ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ അവിടെ ഉണ്ടായിരിക്കണം. നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്താണ്? കുട്ടികളെ അറിഞ്ഞിരിക്കണമെങ്കിൽ സൈക്കോളജി അറിയണം, ചൈൽഡ് സൈക്കോളജി എന്താണെന്ന് മനസ്സിലാക്കണം. ഒരു കുട്ടി ഒരു ഇമോഷൻ അവിടെ ക്ലാസ്സിൽ ഇരുന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ ഏത് ഇമോഷനിലാണ് കടന്നു പോകുന്നത്, അടുത്ത സമയം അവന്റെ ഇമോഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അത് നല്ലൊരു അധ്യാപകന് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇത്, തന്റെ കുട്ടിയെ മനസ്സിലാക്കുക എന്നുള്ളത്. അല്ലാതെ നമ്മള് ആക്ടിവിറ്റി കൊടുത്ത് കണ്ടന്റ് പഠിപ്പിക്കാൻ എല്ലാ അധ്യാപകർക്കും പറ്റും, അല്ലെ? നമുക്കൊരു ടോപ്പിക് തന്നത് പഠിപ്പിക്കാൻ നല്ല രീതിയിൽ പറ്റുമായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. ആദ്യം നമ്മുടെ കുട്ടികളെ നമ്മളെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരണം, അല്ലെ? ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്ന മുന്നായിട്ട് എന്താണ്? അവരോട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പഠിക്കണം. ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയണം, അല്ലെ? ഇപ്പൊ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും എന്താണ്? നല്ല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണ്. അവർക്ക് ഇഷ്ടപ്പെടാനായിട്ട് എന്താണ്? ഇപ്പോ നമ്മളുടെ കൂട്ടത്തില് ഇപ്പൊ കുറെ പേര് മിണ്ടാത്തവരുണ്ടാവും, അധികം സംസാരിക്കാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങൾ മാറണം. അങ്ങനെ മിണ്ടാതിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മാറണം. ഇവിടെ എടുക്കുന്ന പോർഷൻസ് തനിയെ വീട്ടിലിരുന്ന് ക്ലാസ് എടുത്ത് പ്രിപ്പയർ ചെയ്യണം. അതായത് നമ്മളുടെ അലമാരയുടെ മുമ്പിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ നിന്നോ നിങ്ങൾ ക്ലാസ് എടുക്കാൻ പഠിക്കുക. ഒരു 5 മിനിറ്റ്സിന്റെ ക്ലാസ്, 5 മിനിറ്റിന്റെ, അതായത് മൈക്രോ ടീച്ചിങ് എന്നതിനെ പറയും. 5 മിനിറ്റ്, അതായത് കുട്ടികളുടെ ഇടയ്ക്ക് ചെല്ലാം, ഗുഡ് മോർണിംഗ് പറയാ, അവരായിട്ട് സംസാരിക്കാം എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങനെ പ്രിപ്പറേഷൻ എടുക്കണം. അതായത് കുറച്ച് പേർക്ക് ഇവിടെ അറിയാൻ പറ്റും, അല്ലെ? സ്കൂളിൽ പോയി പ്രാക്ടീസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും അത് ചെയ്യാനായിട്ട്. അല്ലാത്തവരെന്താണ്? സ്വമേധയാ നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് ക്ലാസ് എടുക്കാൻ പ്രിപ്പയർഡ് ആവുക. ഇപ്പൊ മുതൽ അതിനൊരു സമയമാണ് കേട്ടോ. അതായത് ഇപ്പൊ തുടങ്ങണ്ട, കുറച്ച് ചാപ്റ്റേഴ്സ് എടുത്ത് തുടങ്ങുന്നതിനനുസരിച്ചിട്ട് ഓരോ പോർഷൻസ് വെച്ചിട്ട് നിങ്ങളൊന്ന് എടുത്തു നോക്കാൻ ശ്രമിക്കുക. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം സ്കൂളിലേക്ക് പോയി കഴിയുമ്പോൾ എന്താണ്? പെട്ടെന്ന് ക്ലാസ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടും. ഓക്കെ, അപ്പൊ കിട്ടുന്ന സമയം അനുസരിച്ച് ഇനിയിപ്പോ വീട്ടിലെ കുട്ടികളോ ആരും വേണ്ട, നമുക്കൊരു മരം മതി, മുറ്റത്തുള്ള ഒരു മരമോ ചെടിയോ എന്തായിക്കോട്ടെ, അവരോട് ക്ലാസ് എടുക്കണം. ഓക്കെ, ആസ് ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ ക്ലാസ്സിൽ സംസാരിക്കുന്നു എന്ന് നിങ്ങൾക്ക് സ്വമേധയാ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വളരെ ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ടീച്ചറെ ബിൽഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊന്നും കൂടാതെ, പോർഷൻസ് ഒന്നും കൂടാതെ ക്ലാസ് എടുക്കുന്ന കാര്യമാണ് ടീച്ചർ പറയുന്നത്. ഓക്കെ, യെസ്. പിന്നെ അപ്പൊ എന്താണ്? വേറെ കുറെ കാര്യങ്ങൾ നമ്മളിൽ ഡെവലപ്പ് ചെയ്യും. കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഇന്ററാക്ഷൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെ പതിയെ നിങ്ങളില് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെ ടെൻഷൻ എന്നൊരു കാര്യം നിങ്ങൾ ഇന്ന് മുതൽ ഇല്ലാതാക്കാം. ടെൻഷൻ വേണ്ട, ഒരു കാര്യത്തിനും ടെൻഷൻ അടിക്കാതിരിക്കാം. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നതെല്ലാം നെഗറ്റീവിലേക്ക് എത്തിച്ചേരുള്ളൂ. ഓക്കെ, വളരെ പ്ലസന്റ് ആയിട്ട് സമാധാനമായിട്ട് ഇരുന്ന് പഠിക്കാൻ നോക്കാം കേട്ടോ. ഇപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി മുന്നിൽ വന്നിട്ടുണ്ട്, എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങളത് ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കത് മനസ്സിലാവും. ഈ ക്ലാസ് നല്ലൊരു ഉദ്ദേശിച്ച കോഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കത് മനസ്സിലാവും. ഏറ്റവും നല്ലൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓക്കെ, അത് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ഓരോ ക്ലാസ് കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു റിലീഫ് എന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, യെസ്. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, യെസ്. അപ്പോ നമ്മൾ പറഞ്ഞു എല്ലാവർക്കും പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്, അല്ലെ? അതിന്റെ ഇടയിലാണ് നിങ്ങൾ കുറെ പേര് ജോയിൻ ചെയ്തിരിക്കുന്നത്, അല്ലെ? അതെ, അതൊന്നും ഒരു ബേർഡൻ ആയിട്ട്, അതൊരു ഭാരമായിട്ട് നിങ്ങൾ കാണണ്ട കേട്ടോ. അതൊന്നും ഒരു ഭാരമുള്ളത് നമ്മുടെ ലൈഫാണ്, അല്ലെ? നമ്മള് ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നു, നമുക്ക് കുട്ടികളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, ഫാമിലി ഉണ്ട്.
അത് നമ്മളുടെ ഒരു പാർട്ട്. ഇത് നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ മറ്റൊരു പാർട്ടാണ് നമ്മുടെ കരിയർ എന്ന് പറയുന്നത് അല്ലെ. അതൊരിക്കലും നിങ്ങൾ ചെറുതാക്കി കാണരുത്. ചെറുതാക്കി കാണാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലെ. ഓക്കെ, യെസ്. അപ്പൊ നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആക്കി മാറ്റാന്നുള്ളത് തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകളുടെ ഓരോ ക്ലാസ്സിലെ ഉദ്ദേശം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ടെൻഷൻസ് പോകണം. ടെൻഷൻ പോയാൽ മാത്രമേ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. ടെൻസ്ഡ് ആയിട്ട് ഒരു ക്ലാസ്സിൽ കയറി ക്ലാസ് എടുക്കാൻ പറ്റില്ല. അത് പഠിപ്പിച്ചവർക്ക് അറിയാൻ പറ്റും. നമ്മളൊന്നും നോക്കാതെ പഠിച്ചില്ല, നമുക്കൊന്നും അറിയില്ല, ഇത്രയും കുട്ടികളുടെ മുമ്പിൽ പോയി നിന്നിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റും. ഒരു അധ്യാപകന് അങ്ങനെ നിൽക്കാൻ പറ്റുമോ? അങ്ങനെ ഒരിക്കലും നിൽക്കരുത്. നമ്മളിലാണ് കുട്ടികൾ, നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്നത്. അങ്ങനെ ഒരു അധ്യാപകൻ അങ്ങനെ നിൽക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കണം? എപ്പോഴും വളരെ കോൺഫിഡന്റ് ആയിരിക്കണം, സംസാരിക്കാൻ അറിയണം. നിങ്ങൾ അതാണ് ആദ്യം പഠിക്കേണ്ടത്. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക്. മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും എന്താണ്, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരു അധ്യാപകന്റെ ആയുധം എന്ന് പറയുന്നത് എന്താണ്? അറിവിനേക്കാൾ വലുത്. ഈ അറിവ് നമുക്ക് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ നാക്കാണ് അല്ലെ. നമ്മുടെ ഈ തണ്ടിലൂടെയാണ് നമ്മൾ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്നത്. യെസ്, ഓക്കെ. ഇനി വേറൊരു കാര്യം പറയട്ടെ. ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമ്മൾ പറയുമ്പോൾ ക്ലാസ് എടുക്കുക, ആക്ടിവിറ്റി കൊടുക്കുക എന്ന് മാത്രമല്ല, ഇന്ററാക്ഷൻ കൊടുക്കുമ്പോൾ ക്ലാസ്സിൽ കയറുന്നതിന് അപ്പിയറൻസിൽ വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, ഞാൻ പ്രിഫർ ചെയ്യുന്നത് എല്ലാ ടീച്ചേഴ്സും, എല്ലാ അധ്യാപകരും എന്താണ്, സാരി ഉടുക്കുക എന്ന് തന്നെ പറയുന്നത്. ചില സ്കൂളുകളിൽ കോട്ട് ഉണ്ടാവും അല്ലെ, ചില സ്കൂളിൽ സാരിയോടൊപ്പം കോട്ട് ഉണ്ടാവും, ചുരിദാറായിരിക്കും. പക്ഷെ ഒരു അധ്യാപകന്റെ ഒരു ഫസ്റ്റ് അപ്പിയറൻസ് എന്ന് പറയുന്നത് ആ ഒരു സാരി തന്നെയാണ്. അത് അപ്പിയറൻസിൽ നിങ്ങൾ ഒരിക്കലും അതിനൊരു കുറച്ചിലായിട്ട് കാണരുത്. ചിലർ പറയും എനിക്ക് സാരി എടുക്കാറില്ല, എടുക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരിക്കലും കാണരുത് കേട്ടോ. അത് അധ്യാപകന്റെ ഒരു മെയിൻ ലുക്കാണത്. നല്ല രീതിയിൽ സാരി എടുത്ത്, ഓക്കെ. പക്ഷെ നമ്മൾ ആർഭാടകരമായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ട് സാരി എടുക്കുക. ഓക്കെ, അത് ഒരു അധ്യാപകന്റെ നല്ലൊരു ലക്ഷണമാണ്. ക്ലാസ് മുറിയിലൊക്കെ കടന്നു വരുന്ന സമയത്ത് വളരെ പ്ലസന്റ് ആയിരിക്കണം, വളരെ സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ടായിരുന്നു ആ ക്ലാസ്സിലേക്ക് കയറേണ്ടത്. മാത്രമല്ല കുട്ടികളെ നമ്മൾ നോക്കുന്ന ഓരോ നോട്ടം പോലും വളരെ എങ്ങനെയുള്ളതായിരിക്കണം? നമ്മുടെ പോസ്റ്റേഴ്സ്, നമ്മുടെ എന്താ പറയുക, ബോഡി ലാംഗ്വേജ് കുട്ടികൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് കുട്ടികളെ നോക്കുന്നു, കുട്ടികൾ ടീച്ചറെ എന്ന് വിളിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പോസ് ചെയ്യും. യെസ് പറയുന്ന സമയത്ത് അവിടെ വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത്, ഈ ക്ലാസ് മുറിയിൽ നിൽക്കുന്ന സമയത്ത് കുട്ടിയെ വിളിക്കുമ്പോൾ ആ ഒരു വോയിസ് മോഡുലേഷൻ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധ, അതിനൊക്കെ എന്താണ് ഒരു പോസ്റ്റേഴ്സ് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദെൻ ഫിംഗേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ മൂവ്മെന്റ്സ്, ക്ലാസ് റൂമിൽ നമ്മൾ അലക്ഷ്യമായിട്ട് ഒരിക്കലും നടക്കാൻ പാടില്ല. വളരെ എന്താണ് ചിടക്കത്തോടെ എന്ന് വെച്ചാൽ എന്താണ്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടായിരുന്നു ടീച്ചർ ഇരിക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് വളരെ സ്നേഹത്തോടു കൂടി അല്ലെ, വളരെ കെയറിങ് ആയിട്ട് കൂടി, ശാസിക്കേണ്ട സ്ഥലത്ത് അവരെ ശാസിക്കുക, കെയർ ചെയ്യുന്ന സമയത്ത് അവരെ കെയർ ചെയ്യുക. ഇൻസ്ട്രക്ഷൻസ് പറയുന്ന നേരത്ത് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കുക, വളരെ ഭംഗിയായിട്ട് ക്ലാസ് എടുക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാതെ വെറുതെ ഒരു സാരി എടുത്ത് ക്ലാസ്സിൽ പോയിരുന്ന എനിക്ക് കൊടുക്കാനുള്ള ആക്ടിവിറ്റി കൊടുപ്പിച്ചിട്ട് പോലെ എല്ലാവരും അധ്യാപകന്റെ ഡ്യൂട്ടി. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുണ്ട്. ആ കുഞ്ഞുങ്ങള് നമ്മളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടല്ല, നമ്മളെ മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളെങ്ങനെയായിരിക്കണം? നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ മാറും. കോഴ്സ് കഴിയുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പോഴേ അത് കുറിച്ചിട്ടോളൂ, ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് വരും. ഓക്കെ, പേഴ്സണലി ആയിട്ടുള്ള വ്യത്യാസം വരും, ഫിസിക്കലി വ്യത്യാസം വരും. അതായത് നമ്മൾ ഹാപ്പി ആവും, നിങ്ങൾ മാക്സിമം ഹാപ്പി ആവും എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ വിളിച്ചത് കേട്ടോ. എന്തെങ്കിലും ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യാം. ഇനിയിപ്പോ ഇത്രയും ഒരു 49 സ്റ്റുഡൻസ് നിങ്ങളുടെ മറ്റൊരു ഫാമിലി ആയൊക്കെയാണ് അല്ലെ. 49 സ്റ്റുഡൻസ് ഉണ്ട്, ബാക്കി 49 ടീച്ചേഴ്സ് ആണ്. അപ്പൊ അവരെ നമ്മുടെ ഒരു ഫാമിലിയാണ്. ഇപ്പൊ MT14 എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയാണ്, നമ്മളെല്ലാവരുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്. ഓക്കെ, യാതൊരു ടെൻഷൻ ആർക്കും വേണ്ട. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക. എന്താണെന്നുള്ളത് മാക്സിമം പറയാവുന്നതിനനുസരിച്ച് ഞങ്ങൾ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ആ ഒരു ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാം. ആർക്കും ഒരു വിഷമങ്ങളോ സങ്കടങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. അപ്പൊ നമ്മളുണ്ട്, എല്ലാത്തിനും ഇപ്പൊ നമ്മളുണ്ട്. ഓക്കെ, നല്ലൊരു അധ്യാപകരാക്കി മാറ്റാനാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. പിന്നെ വർക്ക് ചെയ്യണം കേട്ടോ. അത് മെയിൻ ഒരു കാര്യമാണ്. വർക്ക് ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാനുണ്ട്, ആക്ടിവിറ്റീസുകൾ തയ്യാറാക്കാനുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്.
അത് തുടരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് സംസാരിക്കാം. പിന്നെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? അതെ. ഒരു സമാധാനം തോന്നുന്നുണ്ടോ കേട്ടല്ലോ? ഓക്കെ മാം. ഓക്കെയാണ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ കൂട്ടത്തില് ഡിഗ്രി കഴിഞ്ഞ കുട്ടികളുണ്ട്, അവർക്കും കൂടി ഹെൽപ്പ് ചെയ്യാം. അവർ ഇതറിയാത്തവരുണ്ടാവും, കുറച്ചു പേർക്ക് അറിയാമെങ്കിലും ഗ്യാപ്പൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഡിഗ്രി സ്റ്റുഡൻസിന്റെ ആയിരുന്നു ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മുടെ ക്ലാസ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മളൊരു പ്രെയർ ഉണ്ടായിരിക്കും അല്ലെ? ഫസ്റ്റ് പ്രെയറിലാണ് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പൊ ഇംഗ്ലീഷിലെ പ്രെയർ വേണമെങ്കിൽ പാടാം, മലയാളത്തിൽ പാടാം, നിങ്ങൾക്ക് മറ്റു ഭാഷകൾ അറിയെങ്കിൽ അത് വേണമെങ്കിൽ പാടാം. ഫസ്റ്റ് പ്രെയർ ആണ്. അപ്പൊ പ്രെയറിലുള്ള ഒരാള് നിങ്ങൾ ക്ലാസ്സിൽ തന്നെ ഒരാളെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ കോർഡിനേറ്റ് ചെയ്യാനുണ്ടായിരിക്കണം. അപ്പൊ ഫസ്റ്റ് പ്രെയർ, നാളെ പ്രെയർ പാടുന്നത് ആരാണ്? ആളുടെ പേര് സെറ്റ് ചെയ്യുക, ആളൊരു പ്രെയർ പഠിച്ചിട്ട് വരാം. ഓക്കെ, പിന്നെ പ്രെയർ കഴിഞ്ഞാല് അടുത്ത എന്താണ്? തോട്ട് ഓഫ് ദ ഡേ. അന്നത്തെ തോട്ട് പറയാനുള്ള ആരാ? ഇപ്പൊ ഫസ്റ്റ് ഇപ്പൊ ദേവികയാണ് പ്രെയർ പാടുന്നെങ്കിൽ തോട്ട് പറയുന്ന ആരായിരിക്കണം? ഇപ്പൊ ലിനി ആയിരിക്കും തോട്ട് പറയുന്നെങ്കിൽ ലിനി തോട്ട് പറയാൻ റെഡി ആയിട്ടുണ്ടായിരിക്കണം. അതേപോലെ ഒരു കാര്യം കൂടി ഉണ്ട്, സൈനിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ഉണ്ട്. സൈൻ ഇൻ, അതായത് നമ്മള് റേഡിയോ സ്റ്റേഷൻസിലൊക്കെ കേൾക്കാറില്ലേ, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൈനിങ് ബൈ വിവേക്, സൈനിങ് ബൈ സഫീദ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നിങ്ങള്? ആർജമാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ അതേപോലെ സൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം. പാട്ട് പാടാം, കഥ പറയാം, കോട്സ് പറയാം, കോട്സ് അല്ല ആക്ഷൻ സോങ്സ് പറയാം, സ്പീച്ച് പറയാം, ചെറിയ സ്പീച്ചുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി കാണിക്കാം. എന്ത് വേണമെങ്കിലും സൈൻ ഇൻ ചെയ്യുമ്പോൾ പറയാം. എന്നിട്ട് ആക്ടിവിറ്റി ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് പറയേണ്ടത്? സൈൻ ഇൻ ബൈ ലിനി തോമസ്. ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം എന്ത് പറയണം? സൈൻ ഇൻ ബൈ ലിനി തോമസ്. ഇനി കഴിഞ്ഞില്ല, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് സൈൻ ഔട്ട് പറയണം. സൈൻ ഔട്ട് ആരായിരിക്കും പറയുന്നത്? അത് നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം സൈൻ ഔട്ട്. അതുപോലെ കോട്ട് പറയാം, പാട്ട് പാടാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സൈൻ ഔട്ട്. ഫണ്ണി ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല, അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകള്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സൈൻ ഔട്ട് ചെയ്ത സമയത്ത് പറയാം. ആ ആക്ടിവിറ്റി പറഞ്ഞതിന് ശേഷം എന്ത് പറയണം? സൈൻ ഔട്ട് ബൈ നിഷ. ആരാണോ പറയുന്നത് സൈൻ ഔട്ട്, ക്ലാസ് അവസാനിപ്പിക്കുന്ന ആരാണ്? ആളുടെ പേര് പറഞ്ഞ് സൈൻ ഔട്ട് ബൈ ഷാഫിയ പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ മോണ്ടിസോറി ക്ലാസ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രെയർ, തോട്ട് ഓഫ് ദ ഡേ, സൈനിങ്, ലാസ്റ്റ് എന്താണ്? സൈൻ ഔട്ട്. ഓക്കെ, മനസ്സിലായോ ഇത്രയും കാര്യം പറഞ്ഞത്? മനസ്സിലായി. അപ്പൊ നിങ്ങൾ തന്നെ ഇന്ന് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ നിങ്ങൾ റെഡി ആക്കിയിട്ടുണ്ടോ? വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ നാളെ പ്രെയർ പാടാണ്. നാളെ ക്ലാസ് ഉണ്ട് അല്ലെ? നാളെ പ്രെയറും തോട്ടും സൈൻ ഔട്ടും സൈൻ ഇനും ചെയ്യുന്നത് ആരാണ് തീരുമാനിക്കുക. ഓക്കെ, യെസ്. അപ്പൊ ടീച്ചർ ഇപ്പൊ ഫസ്റ്റ് നാളെ ടീച്ചർ ക്ലാസ്സിൽ കയറിയാണ്. ഇപ്പൊ കുറച്ച് 30-35 സ്റ്റുഡൻസ് ഒക്കെ ആവുന്ന സമയത്ത് ടീച്ചർ ക്ലാസ് തുടങ്ങാൻ പറയും നിങ്ങളോട്. അപ്പൊ ഫസ്റ്റ് പ്രെയർ ആരാണെന്ന് ചോദിക്കുമ്പോ ആരാണ് പ്രെയർ പാടുന്നത്? നാളെ പ്രെയർ പാടാം. അടുത്തത് ചിലപ്പോൾ ടീച്ചർ പറയില്ല, നിങ്ങൾ പറഞ്ഞോളണം. തോട്ട് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് തോട്ട് ഓഫ് ദ ഡേ പറയാം, സൈനിങ് പറയാം. ഓക്കെ, ക്ലാസ് തുടങ്ങുന്നു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സൈൻ ഔട്ട്. ഓക്കെ, യെസ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ എടുക്കുന്ന ചാപ്റ്ററുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് വരാറുണ്ട്. ഓക്കെ, ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ നോട്ട്ബുക്കിൽ ചെയ്താൽ മതി. ആക്ടിവിറ്റി നമ്പർ 1 ഏത് ചാപ്റ്റർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി എഴുതിയിട്ട്, ഇപ്പോ എന്താണ് കുട്ടികളെ കുറിച്ചുള്ള കുട്ടികളെ ഏറ്റവും ഗുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, നല്ല ശീലങ്ങൾ നിങ്ങളോട് ഒരു 10 എണ്ണം കണ്ടെത്തി കൊണ്ടുവരാൻ പറയും. ഒരു 10 ഗുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ആയിരിക്കും തരുന്നത്. ഓക്കെ, ചില ക്ലാസ്സുകളിൽ മാത്രം, എല്ലാ ദിവസവും ഉണ്ടാവില്ല ആക്ടിവിറ്റീസ്. ഓരോ ചാപ്റ്റേഴ്സുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത്. ഇപ്പോൾ ആക്ടിവിറ്റി കൊടുക്കാൻ പറ്റാത്ത ചാപ്റ്ററുകൾ ഇതിലുണ്ട്, അങ്ങനത്തെ ബേസിൽ ഉണ്ടാവില്ല. അല്ലാത്ത പക്ഷെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് തരാം. അല്ലെങ്കിൽ ഇപ്പൊ ഇതുപോലെ ഗുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഗുഡ് മാനേഴ്സ് എന്തൊക്കെയാണ്, ബാത്റൂം മാനേഴ്സ്,
ജനറൽ മാനേഴ്സ് എന്തൊക്കെയാണ് കുട്ടികളുടെ, അതൊക്കെ ഒരു 5 എണ്ണം കണ്ടെത്തി കൊണ്ടുവരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. യെസ്, പറ്റുന്നത് പോലെ എഴുതി കൊണ്ടുവരാം. ഓക്കെ, യെസ്. ഇപ്പൊ ഏകദേശം ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ടോ? എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് ഫോം ചെയ്യുന്നത്? പറയൂ. പിന്നെ നാളെ മുതൽ ചെയ്യണം. നാളെ മുതൽ പ്രയർ ചെയ്യണം, ടോക്ക് ചെയ്യണം, സൈൻ ഔട്ട് ചെയ്യണം, സൈൻ ഇൻ ചെയ്യണം കേട്ടോ. എനിക്ക് ആഴ്ചയിൽ ഒരു പീരീഡ് മാത്രമാണുള്ളത്. നിങ്ങൾക്ക് സൈക്കോളജി എടുക്കാൻ ഒരു പീരീഡ് മാത്രമേ ഉള്ളത്. ബാക്കി ടീച്ചേഴ്സ് അതിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. ഒരു ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ ബാക്കി ടീച്ചേഴ്സ് മോണ്ടിസോറി പാർട്സ് മാത്രം എടുക്കുന്ന ടീച്ചറാണ് ഷംസാരി എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒരാഴ്ച കഴിയുമ്പോൾ ക്ലാസ് എങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായിക്കോളും കേട്ടോ. അതാകുമ്പോൾ ആരും ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾ ട്രാക്കിലേക്ക് വീഴും. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ടൈം എന്ന് പറയുന്നത് 12 മണിയാണ് അല്ലേ. അപ്പൊ നിങ്ങൾ ഇനി കുറച്ച് ദിവസം ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും ആ റുട്ടീനിലേക്ക് ഒന്ന് വരാനായിട്ട്. വീട്ടിലെ കുട്ടികള് സ്കൂളിൽ പോണ തിരക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ പണിയൊക്കെ കറക്റ്റ് ആയിട്ട് പോയിക്കോളും. നിങ്ങൾക്ക് ഒരു റുട്ടീൻ വരും, ഒരു ഡിസിപ്ലിൻ ഒക്കെ സ്വന്തമായിട്ട് വരും. അത് വരുത്താൻ ശ്രമിക്കണം കേട്ടോ. 12 മണിക്കുള്ളിൽ എന്റെ എല്ലാ പണിയും കഴിഞ്ഞ് ക്ലാസ്സിൽ ഞാൻ ഇരിക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ ഇരിക്കാം. ഓക്കെ, യെസ്. 11 മണിയായിരിക്കും നിങ്ങളുടെ ടാർഗറ്റ്. 11 മണിക്കുള്ളിൽ നിങ്ങളുടെ എല്ലാ പണിയും കഴിഞ്ഞ് നിങ്ങൾ വന്നിരിക്കുമെന്ന് നിങ്ങൾക്ക് തീരുമാനിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അത് നടന്നോളൂ കേട്ടോ. സത്യസന്ധമായത് നടന്നോളൂ കേട്ടോ. വർക്ക് ചെയ്താൽ മതി, നിങ്ങളുടെ എല്ലാം ഇങ്ങോട്ട് വരും. വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ഒന്നും വരില്ല. ഓക്കെ, യെസ്. ഇപ്പൊ ഏകദേശം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നൊക്കെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ മാഡം, ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ആണ്, സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ല. നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള ആ MT ബാച്ച് 14 വാട്സപ്പ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കുമല്ലോ. ഒന്നോട് കൂടെ ഷെയർ ചെയ്യാനോ. അപ്പോ ആരെങ്കിലും ഒരാൾ അഡ്മിനായിട്ട് ഒരാളൊന്ന് ഗ്രൂപ്പ് വഴി തുടങ്ങിക്കോളൂ. MT40 എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ബാക്കി എല്ലാവരും അതിൽ ജോയിൻ ചെയ്താൽ മതിയല്ലോ. നമ്പർ കൊടുത്താൽ മതി. ഒരാളുടെ നമ്പർ ഇപ്പൊ ആരാണെന്ന് വെച്ചിട്ട് സെലക്ട് ചെയ്യാം. ആരായിരിക്കും ഹെഡ് ചെയ്യുന്നത്? സുരഭിക്ക് പറ്റുമോ? കുഴപ്പമില്ല, സുരഭി അഡ്മിൻ ആവും. അപ്പൊ സുരഭിയുടെ നമ്പർ അവർക്ക് ഇപ്പൊ മെസ്സേജ് ചെയ്തിട്ടാണ്. അപ്പൊ അവരെല്ലാം അതിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. സുരഭിയുടെ നമ്പർ മാത്രം ഇപ്പൊ കൊടുക്കുക. അപ്പൊ എല്ലാവരും പേര് പറഞ്ഞിട്ട് ആൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ മതി അങ്ങനെ. ഓക്കെ, മനസ്സിലായോ? അല്ല സുരഭി വില്ലിംഗ് അല്ല, വേറെ ആരെങ്കിലും ചെയ്യാൻ റെഡി ആണെങ്കിൽ അവർ ചെയ്തോളൂ. എങ്ങനെയാണെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പ് നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പ് നമുക്ക് കൂടുതൽ ഉപയോഗിച്ച് പരിചയമുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം, നമ്മള് എല്ലാവരും ടീച്ചേഴ്സ് ആവാൻ പോകുന്നവരാണ്. ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പാണ്. വേറെ വഴക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും ആ ഗ്രൂപ്പിൽ ഉണ്ടാവാൻ പാടില്ല കേട്ടാ. കേട്ടാ, ആ ഒരു സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കോ. അതൊക്കെ ഇല്ല, അതൊന്നും ഇല്ല. ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി എന്ന് വിചാരിച്ചോ. അതൊന്നും ഗ്രൂപ്പിൽ ഉണ്ടാവരുത് കേട്ടാ. അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും പറഞ്ഞത്. ഓക്കെ, ഉണ്ടാവില്ല ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഹലോ പറഞ്ഞോ മാം, എന്താ ഈ ചൈൽഡ് ഹാബിറ്റ് അത് നാളെ എഴുതാൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ നാളെ ചെയ്യേണ്ടതാണോ? അല്ലടോ, ടീച്ചർ എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. എക്സാമ്പിൾ പറഞ്ഞതായിരിക്കും. അങ്ങനെ എനിക്ക് അനുസരിച്ച് തന്നെ ഞാൻ ചാപ്റ്റർ എടുത്തില്ലല്ലോ. അതെ, വ്യക്തമാവുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ്. നെറ്റ് ബ്രേക്ക് ആയൊക്കെ ഉണ്ടാവില്ല അല്ലെ. ഓക്കെ, അതെ, നമ്മൾ ചാപ്റ്റർ എടുക്കുമ്പോൾ മാത്രമാണ് ആക്ടിവിറ്റി കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയായിരിക്കും ടീച്ചർ പറഞ്ഞു തന്നതാണ് ഒരു ക്ലാസ് എങ്ങനെയായിരിക്കും കേട്ടോ. യെസ്, അപ്പൊ ഗ്രൂപ്പ് റെഡി ആവും. അപ്പൊ ഗ്രൂപ്പിൽ ഓരോരുത്തർ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ പരസ്പര സംശയങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാനുള്ള കാര്യങ്ങൾ ടീച്ചറോട് നേരിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ പഠിക്കാൻ എല്ലാം റെഡി അല്ലേ? വർക്ക് ചെയ്യാൻ റെഡി പറഞ്ഞില്ലേ സൈൻ ഔട്ട് പ്രയർ എന്നൊക്കെയുള്ള കാര്യങ്ങള്. അത് തീരുമാനിച്ച ആള് വന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യണോ അല്ലെങ്കിൽ മിസ് ഇങ്ങോട്ട് പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്?
സൈൻ ഔട്ട് ആണ് ലാസ്റ്റ് ചെയ്യേണ്ടത്, പ്രെയർ തേർഡ് ഓഫ് ദ ഡേ, സൈനിങ് ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇൻ കേസ് നെറ്റ് പോയി അല്ലെങ്കിൽ ഒരു ആ പറഞ്ഞ ആൾക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് വേണ്ടത്? മറ്റൊരാൾ പ്രെയർ പാടിക്കൊള്ളണം. പറ്റില്ല എന്നുള്ളത് നിങ്ങൾ ആരും മാറരുത് കേട്ടോ. തോട്ട് പറയാനുള്ള തോട്ട് ഓഫ് ദ ഡേ പറയുന്ന കുട്ടി ചിലപ്പോൾ ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒരു തോട്ട് നോക്കി വെക്കാം. യെസ്, അങ്ങനെ ഒരു ഡിലേ വരെയായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ, അത്രയും ശ്രദ്ധിച്ചാൽ മതി. ഇല്ലാത്തവര് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഒരു കുട്ടിക്ക് വയ്യായിക ചിലപ്പോൾ കയറാൻ പറ്റില്ല, അപ്പൊ നിങ്ങൾ പ്രെയർ പാടാം. ഓക്കെ, അങ്ങനെ ഹെൽപ്പ് ഒക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് തുടങ്ങാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഓരോ ദിവസം ആരാണെന്നുള്ളത് ഇപ്പൊ ആരാണിപ്പോ സുറുമയാണ് ഇതിന് അഡ്മിൻ ആവുന്നത്? സുറുമയാണോ അഡ്മിൻ ആവുന്നത്? അഡ്മിൻ ആയിക്കോളാം. സുറുമ ഓരോ ദിവസം ചോദിക്കുക, ഇന്ന് പ്രെയർ ആരാണ്, തോട്ട് ആരാണ്, സൈൻ ആരാണ്, സൈൻ ഔട്ട് ആരാണെന്ന് ചോദിക്കുക. കറക്റ്റ് പേരുകൾ. അപ്പൊ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ 49 സ്റ്റുഡൻസ് ഇപ്പൊ കയറിയിട്ടുണ്ട്. 49 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളതാണ് ഓരോ വീക്കിലും, ഓരോ ദിവസങ്ങളിലും. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളുടെ മാറ്റങ്ങൾ വരുന്നത്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ആക്റ്റീവ് ആയിരിക്കുക, എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആരും മാറി നിൽക്കരുത്, ആരും മാറ്റി നിർത്തേയില്ല. നിങ്ങൾ എല്ലാവരെയും പേര് വിളിച്ച് ചോദിക്കുകയും ചെയ്യും കേട്ടോ. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയാം. വിഷമങ്ങളായാലും സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും പറയാം കേട്ടോ. മേഡം, നമ്മൾ ഈ തോട്ട് പറയുമ്പോഴും പിന്നെ സ്റ്റോറി ഒക്കെ പറയാന്ന് പറഞ്ഞില്ലേ സൈനിങ്ങിനില്ല, അതൊക്കെ നമ്മൾ ഇംഗ്ലീഷിലാണോ പറയേണ്ടത്? ഇംഗ്ലീഷിലും പറയാം, മലയാളത്തിലും പറയാം, ഹിന്ദിയിലും പറയാം, ഏത് ലാംഗ്വേജിലും പറയാം കേട്ടോ. ഇതൊരു പ്രശ്നമില്ല, പക്ഷെ ഒക്കെ ബ്രീഫ് ആയിരിക്കണം കേട്ടോ. ലെങ്ത് കൂടരുത്. പാട്ടുകൾ ഇപ്പൊ സിനിമാ പാട്ട് പാടണമെങ്കിൽ പാടാം, അല്ലാത്ത പാട്ടുകൾ പാടാം. മ്യൂസിക് പഠിക്കുന്ന കുട്ടികളുടെ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് എന്ത് വേണമെങ്കിലും പറയാനുണ്ട്. ഇനി സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോ എന്തെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് പറയാനാണ്. ഇപ്പൊ ഒരു ഫ്ലവറിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു അല്ലെ, ഒരു പുതിയ ഫ്ലവറിനെ കുറിച്ച് അല്ലെങ്കിൽ വേണ്ട എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തെ കുറിച്ച് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി ക്ലാസ്സിൽ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം, അങ്ങനെ സൈൻ ഇൻ ചെയ്യാം കേട്ടോ. അതേപോലെ ഏതെങ്കിലും പ്രഗത്ഭ വ്യക്തി, ഇപ്പൊ അബ്ദുൽ കലാമിനെ കുറിച്ച് 2 വാക്കുകൾ സംസാരിക്കണമെങ്കിൽ അങ്ങനെ പറയാം. ഏതെങ്കിലും ഒരു കലാരൂപത്തിനെ കുറിച്ചിട്ടാണെങ്കിൽ അതിനെ കുറിച്ച് പറയാം. ഇപ്പൊ കഥകളിനെ കുറിച്ച് 2 വാക്ക്. ഓക്കെ, അതേപോലെ അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ച് എന്ത് സബ്ജക്ട് വേണമെങ്കിലും സൈൻ ഇൻ ചെയ്യുന്നത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. എല്ലാം ബ്രീഫാണ് കേട്ടോ. ആക്ഷൻ സോങ്സ് പറയുമ്പോൾ എല്ലാവരും ക്യാമറ ഓൺ ചെയ്തിരിക്കണം കേട്ടോ. ആക്ഷൻ സോങ്സ് ചെയ്യുമ്പോൾ ക്യാമറ ഓൺ ചെയ്യാം. പിന്നെ വളരെ കോൺഫിഡൻറ്റോട് കൂടി തന്നെ നിങ്ങൾ ആക്ഷൻ സോങ്സ് കാണിക്കണം. ഒരു പേടിയൊന്നും വേണം. ഫസ്റ്റ് ദിവസം ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, അതൊക്കെ മാറിക്കോളും കേട്ടോ. യെസ്, പിന്നെന്താണ് മാം, ഒരു എക്സാമ്പിൾ പറയാവോ ഇങ്ങനെ സൈൻ ഇൻ ചെയ്യുന്നതും സൈൻ ഔട്ട് ചെയ്യുന്നതും? പ്രയർ ഇപ്പൊ ഞാൻ പാടുകയാണ്. ടീച്ചർ ക്ലാസ്സിൽ കയറി ഗുഡ് മോർണിംഗ് പറഞ്ഞു. നമ്മുടെ ക്ലാസ് ആണെന്ന് വിചാരിക്കട്ടോ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ടീച്ചർ കുറച്ച് പേരാണ്, കുറച്ച് പേരോട് കേൾക്കുമെന്ന് പറഞ്ഞില്ല. ഇപ്പൊ നമ്മുടെ ക്ലാസ് എങ്ങനെയാ തുടങ്ങി അതേപോലെ തന്നെ തുടങ്ങിയതിനു ശേഷം ഓക്കെ പ്രയർ ആരാണെന്ന് ചോദിക്കും. പ്രയർ ആരാണ്? ഇപ്പൊ ദേവികയാണ് പ്രയർ എന്ന് ദേവിക പറയും. ദേവിക പ്രയർ പാടും. ദേവിക പ്രയർ പാടി. ഓക്കെ, യെസ്. അതിനുശേഷം തോട്ട് ഓഫ് ദ ഡേ ടീച്ചർ പറയും. ടീച്ചർ അല്ലെങ്കിൽ നിങ്ങൾ പറയണം. ടീച്ചർ ചോദിച്ചില്ലെങ്കിൽ പറയണം. ടീച്ചറെ തോട്ട് ഓഫ് ദ ഡേ ഉണ്ട്. ആരാണ്? ജീനു ആണ് പറയുന്നത്. ജീനു പറയും അല്ലെ? യെസ്. സൈനിങ് ആരാണ്? സൈനിങ് രേവതിയാണ്. രേവതി സൈനിങ് ചെയ്യാം പറയാം. ഇപ്പൊ പാട്ട് പാടിയിട്ട് ഇപ്പൊ നല്ലൊരു പാട്ട് പാടിയിട്ട് രേവതി എന്ത് ചെയ്യും? സൈനിങ് ബൈ രേവതി. ഓക്കെ, ടീച്ചർ പിന്നെയും ഗുഡ് മോർണിംഗ് പറഞ്ഞ് ക്ലാസ് തുടങ്ങുന്നു, ചാപ്റ്റേഴ്സ് എടുക്കുന്നു. നിങ്ങൾക്ക് ആക്ടിവിറ്റി ഒക്കെ തന്നതിന് ശേഷം വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് സൈൻ ഔട്ട് ആരാണെന്ന് ചോദിക്കും. സൈൻ ഔട്ട് ആരാണ്? റസ്മിനെ ആണെങ്കിൽ സൈൻ ഔട്ട് മിസ് ഞാനാണ്. റസ്മിന ഒരു കോട്ട് പറഞ്ഞിട്ട് സൈൻ ഔട്ട് ബൈ റസ്മിന എന്ന് പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഓക്കെ, യെസ്. മനസ്സിലായോ? ആരെങ്കിലും സംശയം ഉണ്ടോ എന്തെങ്കിലും? മാം, അതെ പ്രേയർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പൊ ഞാൻ കാത്തലിക് ആണ്. അപ്പോ എന്റെ ഇതിനാണോ പറയേണ്ടത്, അത് നമ്മൾ ഓണായിട്ടുള്ള പ്രേയേഴ്സ് ആണോ പറയേണ്ടത്? ഏജസ് ആയിട്ട് ഒരു പ്രശ്നം ഇല്ലാണ്ട് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പ്രയർ വേണം. ഏത് പ്രയർ വേണമെങ്കിലും വേണം കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മളെല്ലാവരും ഒരേപോലെയാണ്. ഒന്നും പ്രശ്നമില്ല. അങ്ങനത്തെ പ്രശ്നം ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടം എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്തോളൂ. ഓക്കെ, അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം ചെറുതായി ചെയ്യണമെന്ന് മാത്രം. സമയം നമുക്ക് ഒരു മണിക്കൂറാണ് അല്ലേ? അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം.
മിസ് ഇപ്പൊ റിപ്പീറ്റ് വരാൻ സാധ്യതയുണ്ടല്ലോ ഇത്രയും ദിവസങ്ങളാകുമ്പോ, അത് കുഴപ്പമുണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല, ഇഷ്ടംപോലെ പ്രേയേഴ്സ് ഉണ്ട്. നിങ്ങൾ പണ്ട് സ്കൂളിൽ പഠിച്ച പ്രേയർ ഒക്കെ ഉണ്ടാവില്ലേ? നിങ്ങൾ പഠിച്ചതുണ്ടാവും, കുട്ടികളുടെ സ്കൂളിലുള്ളത് ഉണ്ടാവും. ഏത് പ്രേയർ വേണമെങ്കിലും നിങ്ങൾക്ക് പാടാം കേട്ടോ. യെസ്, ഇനി പാട്ട് പാടാൻ ആഗ്രഹമുള്ളവർക്ക് പാടാം കേട്ടോ. സൈൻ ഇൻ ചെയ്യുന്ന നേരത്തെ നിങ്ങൾക്ക് പാട്ട് പാടാൻ ഇഷ്ടമുള്ളവരായിരിക്കും പാടിക്കോളൂ, ഒരു പ്രശ്നമില്ല. ഡാൻസ് കളിക്കണോ, വീഡിയോ ഓൺ ചെയ്ത് ഡാൻസ് കളിച്ച് സൈൻ ഇൻ ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. അഭിനയിക്കാൻ അറിയാവുന്നവർക്ക് ഇപ്പോൾ മോണാക്റ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. യെസ്, പോരെ? ഇതിൽ കൂടെ എന്താ വേണ്ടത്? ഓൺലൈൻ ആണെന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് മാക്സിമം അത് ഓഫ്ലൈൻ പോലെ എടുക്കാൻ ശ്രമിക്കണം. അതേപോലെ ആക്കി എടുക്കുന്ന ക്ലാസ് കേട്ടോ. ഓക്കെ ഓക്കെ. ഞാൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മാം ടെക്സ്റ്റ് ബുക്ക് എപ്പോ കിട്ടും മാം? ടെക്സ്റ്റ് ബുക്ക് ഓർഡർ കൊടുത്തോ? ഇല്ല മാം, ഓർഡർ കൊടുത്തിട്ടില്ല. അപ്പൊ എങ്ങനെ കിട്ടുള്ളൂ? ഓർഡർ ചെയ്യണ്ടേ? ഇവിടെ കോണ്ടാക്ട് ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കിന് ഓർഡർ കൊടുക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വേണം നമ്മുടെ. ഓക്കെ മാം. ടെക്സ്റ്റ് ബുക്ക് വേണം, കയ്യിലൊരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം, പേന ഉണ്ടായിരിക്കണം. 11 ആകുമ്പോൾ എല്ലാവരും സെറ്റ് ആയിട്ട് ക്ലാസ്സിൽ കയറാൻ റെഡി ആയിരിക്കും കേട്ടോ. നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങളാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് അറിയാം, അതിനനുസരിച്ച് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു സ്കൂൾ ഓപ്പണിംഗ് ആയി, കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകും അല്ലേ? രാവിലത്തെ ബിസി ഷെഡ്യൂൾ നമ്മുടെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. വളരെ ഫ്രീ ആണ്. ഓക്കെ, റിലാക്സ് ആയിട്ട് നാളെ മുതൽ നല്ല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഓരോരുത്തരും ക്ലാസ് കൃത്യമായിട്ട് കയറാം. മാക്സിമം നിങ്ങൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. റെക്കോർഡഡ് ക്ലാസ് കാണുന്നവരുണ്ടാവും, അല്ലാത്തവരോട് പറയാണ് ലൈവ് ക്ലാസ് ആണ് ഏറ്റവും ബെറ്റർ. നമുക്ക് എന്തെങ്കിലും അപ്പോ ചോദിക്കാം. അതൊരു വേറൊരു ലെവൽ ഓഫ് ഫീലിംഗ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് ഇപ്പൊ ഒരു ദിവസം കൂടെ അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ലൈവ് ക്ലാസ്സിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഇഷ്ടപ്പെടുക തോന്നിയോ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളില്? ഇല്ല ഇല്ല ഇല്ല. എന്തെങ്കിലും പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. അപ്പൊ എല്ലാവരെയും പരിചയപ്പെട്ടത് വളരെയധികം സന്തോഷം. അപ്പൊ നല്ല ടീച്ചേഴ്സ് ആയിട്ട് വരാനായിട്ട് എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ടാവും, ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും. കൂടെ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ഇന്നത്തെ ക്ലാസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒഫീഷ്യൽ ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. ക്ലാസ് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് വോയിസ് അയക്കാവുന്നതാണ്. ഓക്കെ മാം, ആ ഗ്രൂപ്പിൽ അഡ്മിനോടെയാണ് മെസ്സേജ് അയക്കാൻ പറ്റുന്നത്. ഗ്രൂപ്പ് ക്രിയേറ്റ്. മതി, അങ്ങനെ അയച്ചാൽ മതി. ഓക്കെ. ഇന്നിപ്പോ ക്ലാസ് ഉള്ളതേ അറിയാനായിട്ട് പറ്റിയിരുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി മെസ്സേജ് വരുന്ന വിചാരിച്ചിരുന്നു. ലൈവ് ക്ലാസ്സിൽ ജസ്റ്റ് ഇപ്പോ ടൈം കഴിഞ്ഞിട്ട് മെസ്സേജ് കാണാൻ ഇപ്പൊ ജോയിൻ ചെയ്തപ്പോഴാണ് ഇപ്പൊ കണ്ടത്. അതിനിപ്പോ അഡ്മിനോടെ അങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്.